കൊറോണ വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തെ ആരും നിസ്സാരമായി കാണരുത്. അതീവ ജാഗ്രത വേണം. കോവിഡ് പോസിറ്റീവ് ആകുന്നവർ ആരോഗ്യ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിൽ അവർക്ക് ഗൃഹപരിചരണത്തിൽ കഴിയാവുന്നതാണ്. 7 ദിവസം സ്വയം നിരീക്ഷണത്തിൽ വീടുകളിൽ കഴിയാം. ഏതെങ്കിലും തരത്തിലുള്ള അപായ സൂചനകൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കാൻ മടിക്കരുത്. ദിശയുടെ 104 1056 എന്ന നമ്പറുകളിലോ ഇ-സഞ്ജീവനിയിലോ ഡോക്ടറുടെ സേവനം തേടാവുന്നതാണ്. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ആശുപത്രിയിലേക്ക് പോവുകയോ തുടർ ചികിത്സകൾ തേടുകയോ ചെയ്യാവുന്നതാണ്. ഏതായാലും 7 ദിവസത്തെ കൃത്യമായ നിരീക്ഷണവും അതോടൊപ്പം കരുതലും ഉണ്ടെങ്കിൽ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങാവുന്നതാണ്. ഗൃഹപരിചരണത്തിൽ അപായ സൂചനകൾ നമുക്ക് തന്നെ തിരിച്ചറിയാം. കോവിഡ്-19 നമ്മുടെ പോരാട്ടം തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. 1ഉം 2ഉം തരംഗത്തെ നമ്മൾ ഫലപ്രദമായി തന്നെ നേരിട്ടു. ഇനി 3ആം തരംഗത്തെയും നമുക്ക് ഫലപ്രദമായി തന്നെ നേരിടാനാകും. 3ആം തരംഗത്തിൻ്റെ പ്രധാന കാരണം കോവിഡിൻ്റെ വകഭേദമായ ഒമിക്രോൺ ആണ്. ലോകമെമ്പാടും ഒമിക്രോൺ തരംഗത്തെ നേരിടാൻ ഉപയോഗിക്കുന്ന ഫലപ്രദമായ മാർഗമാണ് ഗൃഹപരിചരണം അഥവാ ഹോം കെയർ. ആരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ടല്ല ഗൃഹപരിചരണത്തിന് പ്രാധാന്യം കിട്ടുന്നത്. ഒമിക്രോൺ തരംഗത്തിൽ 3% ആളുകൾക്ക് മാത്രമാണ് ആശുപത്രി ചികിത്സ വേണ്ടി വരുന്നുള്ളൂ. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഗൃഹപരിചരണത്തിന് സാധിക്കും. ഗൃഹപരിചരണത്തിലിരിക്കുന്ന രോഗികൾ അപായ സൂചനകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. ഒമിക്രോൺ ബാധിച്ചാൽ 99% പേർക്കും ഗുരുതരമാകാൻ സാധ്യതയില്ല. അതേസമയം 1% പേർക്ക് ഗുരുതരമാവുകയും ചെയ്യും. ന്യൂമോണിയ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ 1% പേരെ കണ്ടുപിടിച്ച് കൃത്യമായ ചികിത്സ നൽകുകയാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം. ആർക്കൊക്കെ ആശുപത്രി പരിചരണം വേണം? ഉയർന്ന പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം പോലുള്ള അനുബന്ധ രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ഗൃഹപരിചരണം സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നാൽ അവയവം മാറ്റിവെച്ചവർ, HIV രോഗികൾ, പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നവർ എന്നിവർ ഒരു കാരണവശാലും ഗൃഹപരിചരണത്തിൽ കഴിയരുത്. അവർക്കായി CFLTC, CSLTC തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് രോഗം പകർത്തരുത്. ഗൃഹപരിചരണത്തിലുള്ളവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1. വീട്ടിൽ കൂടെയുള്ളവർക്ക് രോഗം പകരുന്നില്ലെന്ന് ശ്രദ്ധിക്കണം. 2. അപായ സൂചനകൾ ശരിയായ സമയത്ത് തിരിച്ചറിയുന്നു എന്ന് ശ്രദ്ധിക്കണം. കാലതാമസമില്ലാതെ അനുയോജ്യമായ ചികിത്സ കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തണം. രോഗം പകരാതിരിക്കാൻ വായു സഞ്ചാരമുള്ള പ്രത്യേക മുറിയിൽ താമസിക്കണം. പൂർണ്ണമായും വാക്സിൻ എടുത്ത അനുബന്ധ രോഗങ്ങളില്ലാത്ത ആളായിരിക്കണം പരിചരിക്കേണ്ടത്. രോഗിയും ആ വ്യക്തിയും N95 മാസ്ക് ഉറപ്പായും ധരിച്ചിരിക്കണം. ഡോക്ടറുമായി ബന്ധപ്പെടണം. രോഗം മൂർച്ഛിക്കാതിരിക്കാൻ ഒരു രോഗി യഥാസമയം ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം. ഈ സഞ്ജീവനിയിലൂടെ ഡോക്ടറുമായി 24 മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ, തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ, ആശാ വർക്കർമാർ, ദിശ, 104 1056 എന്നിവരുമായി സംസാരിക്കാം. ചെറിയ പനി, ചുമ, തൊണ്ടവേദന, തലവേദന, അനുബന്ധ രോഗം ഇല്ലാത്ത വളരെ നേരിയ ലക്ഷണം ഉള്ളവരാണ് A വിഭാഗത്തിൽപ്പെടുന്നത്. ശക്തമായ പനി, തൊണ്ടവേദന, മസിലുകൾക്ക് വേദന, തലവേദന എന്നിവയുള്ളവരാണ് B വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അനുബന്ധ രോഗമുള്ളവർക്ക് നേരിയ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഭാഗത്തിലുള്ളവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുതരമായ രോഗലക്ഷണങ്ങളുള്ളവരാണ് C വിഭാഗത്തിൽപ്പെടുന്നത്. ആരോഗ്യമുള്ള ആൾ ആണെങ്കിൽ പോലും കോവിഡ് ബാധിച്ചാൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിക്കേണ്ടതാണ്. അനുബന്ധ രോഗമുള്ളവർ ഒരിക്കലും ഡോക്ടറെ അറിയിക്കാതെ ഇരിക്കരുത്. എപ്പോൾ ഡോക്ടറുടെ സേവനം തേടണം? സ്വയം നിരീക്ഷണം ഏറെ പ്രധാനമാണ്. ആദ്യത്തെ 2 ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗ് എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. 100 ഡിഗ്രിയിൽ കൂടുതലുള്ള പനി 3 ദിവസം മാറാതെ നിൽക്കുകയാണെങ്കിൽ
ഉടനെ തന്നെ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയണം. ഒമിക്രോൺ ബാധിച്ചവരിൽ 1% പേർ മാത്രമാണ് ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. ഇവരെ തിരിച്ചറിയാൻ അപായ സൂചനകൾ ദിവസവും നിരീക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. ന്യൂമോണിയയുടെ ലക്ഷണങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചുവേദന വരുന്നതുപോലെ തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ അറിയിക്കണം. സംസാരിക്കുമ്പോൾ വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ വരിക, വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, കഫത്തിൽ രക്തത്തിലെ അംശം കാണുക തുടങ്ങിയവ ന്യൂമോണിയയുടെ ആരംഭ ലക്ഷണമാണ്. അപൂർവമായി ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുഭാഗത്തോ വേദനയുണ്ടാവുക, നെഞ്ചിടിപ്പ് കൂടി വരിക, കണ്ണിലേക്ക് ഇരുട്ട് കയറുക, ബന്ധമില്ലാതെ സംസാരിക്കുക, അബോധാവസ്ഥയിലേക്ക് പോവുക തുടങ്ങിയ അപായ സൂചനകൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ടതുമാണ്. പ്രത്യേകിച്ചും പ്രായമായവരിലും അനുബന്ധ രോഗമുള്ളവരിലും അമിതമായ ക്ഷീണം ഒരു അപായ സൂചനയാണ്. ഇത് കണ്ടാൽ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ്. ഓക്സിജന്റെ അളവ് സ്വയം നിരീക്ഷിക്കണം. രക്തത്തിലെ ഓക്സിജന്റെ അളവ് നോക്കിയാണ് എല്ലാ ചികിത്സാ വിധികളും നിശ്ചയിക്കുന്നത്. സാധാരണ ഒരാളുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് 95 മുകളിലായിരിക്കും. പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ചും ബ്രത്ത് ഹോൾഡിംഗ് ടെസ്റ്റ് മുഖേനയും ഇതറിയാം. ഓക്സിജന്റെ അളവ് 94 കുറവായാലും നാഡീമിടിപ്പ് 110 മുകളിലായാലും ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കേണ്ടതാണ്. മുറിക്കുള്ളിൽ 6 മിനിറ്റ് പതുക്കെ നടന്ന ശേഷം ഓക്സിജന്റെ അളവ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 3% കുറയുകയാണെങ്കിൽ അത് ന്യൂമോണിയയുടെ ആരംഭമാണ്. ഉടൻ തന്നെ ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ്. പൾസ് ഓക്സിമീറ്റർ ലഭ്യമല്ലെങ്കിൽ ബർത്ത് ഹോൾഡിംഗ് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ശ്വാസം അല്പം ദീർഘമായി വലിച്ചെടുത്ത ശേഷം എത്ര സെക്കൻഡ് ശ്വാസം പിടിച്ചുവെക്കാൻ സാധിക്കുന്നു എന്ന് നോക്കുക. 25 സെക്കൻഡ് ശ്വാസം പിടിച്ചുവെക്കാൻ സാധിച്ചാൽ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം സാധാരണ നിലയിലാണെന്ന് അനുമാനിക്കാവുന്നതാണ്. 15 സെക്കൻഡ് പിടിച്ചുവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ന്യൂമോണിയയുടെ തുടക്കമാണെന്ന് കരുതണം. ഉടൻ തന്നെ ഡോക്ടറുടെ സേവനം തേടണം. 15 മുതൽ 25 സെക്കൻഡിന് താഴെ ശ്വാസം പിടിച്ചുവെക്കാനേ സാധിക്കുന്നുള്ളൂ എങ്കിലും ഡോക്ടറെ അറിയിക്കണം. അനാവശ്യ ആന്റിബയോട്ടിക്കുകൾ പാടില്ല. കോവിഡിന് ഗൃഹപരിചരണത്തിലിരിക്കുമ്പോൾ അനുബന്ധ ചികിത്സയാണ് ആവശ്യം. പനിക്ക് പാരസെറ്റാമോൾ, ദേഹവേദനയ്ക്ക് പാരസെറ്റാമോൾ, മൂക്കടപ്പിന് ആന്റിഹിസ്റ്റമിൻ എന്നിവ കഴിക്കുക. അനാവശ്യമായ ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക. തൊണ്ടവേദനയുണ്ടെങ്കിൽ ഉപ്പുവെള്ളം കൊള്ളുക. മൂക്കടപ്പുണ്ടെങ്കിൽ ആവി പിടിക്കാം. അപായ സൂചനകൾ തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനം. ശാരീരിക ആരോഗ്യം പോലെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും. മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ ദിശ 104, 1056 എന്നീ നമ്പറുകളിൽ വിളിച്ച് മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം ഉറപ്പുവരുത്തേണ്ടതാണ്. വാക്സിൻ എടുക്കാത്തവർക്ക് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ അവർ ഗൃഹപരിചരണത്തിൽ ഇരിക്കുകയാണെങ്കിൽ അപായ സൂചനകൾ കൃത്യമായി നോക്കേണ്ടതാണ്. നേരിയ രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താതെ തന്നെ 7 ദിവസം കഴിഞ്ഞ് ഗൃഹപരിചരണം അവസാനിപ്പിക്കാവുന്നതാണ്. 3 ദിവസം തുടർച്ചയായി പനി ഇല്ലാതിരുന്നാൽ മാത്രമേ ഗൃഹനിരീക്ഷണം അവസാനിപ്പിക്കാൻ പാടുള്ളൂ. പനി തുടർന്നാൽ ഡോക്ടറുടെ സേവനം തേടുക. ഒരാഴ്ചക്കാലം നന്നായി വിശ്രമിക്കൂ, നന്നായി വെള്ളം കുടിക്കൂ, തണുപ്പുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കൂ, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കൂ. അപായ സൂചനകൾ കൃത്യമായി തിരിച്ചറിയൂ. യഥാസമയം ഡോക്ടറുടെ സേവനം തേടൂ. തീർച്ചയായും കോവിഡിൽ നിന്ന് നമുക്ക് മോചനം നേടാം.